എന്തൊക്കെ കാര്യങ്ങളാണ് ലാംഗ്വേജിങ്ങിലായിരിക്കുന്ന ഒരു വ്യക്തി ഡിപ്രഷനിലേക്ക് പോകാൻ കാരണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാരണം ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് ആൾ അനുഭവിക്കുകയാണെങ്കിൽ, ആളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ജോലിയോട് ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോട് ബന്ധപ്പെട്ടോ ആൾ അനുഭവിക്കുകയാണെങ്കിൽ ആൾക്ക് ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെടുകയും പിന്നീട് അത് ഡിപ്രഷനിലേക്ക് പോലും വഴിവെച്ചേക്കാം എന്നുള്ളതാണ് സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് സോഷ്യൽ ഐസൊലേഷനാണ്. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഹ്യൂമൻ കണക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ദീർഘകാല സമയം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലും നമ്മളെ ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം, പ്രത്യേകിച്ച് ലാംഗ്വേജിങ്ങിലായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പർപ്പസ് ആണ്. ജീവിതത്തിലൊരു ദിശാബോധമോ അല്ലെങ്കിൽ പർപ്പസ് ഇല്ലായ്മയോ ഫീൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോപ്പ്ലെസ്നെസ് കയറി വരാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു തോട്ട് കയറി വരുന്നിടത്ത് തന്നെ ഡിപ്രഷൻ്റേതായിട്ടുള്ള കോഗ്നിഷൻസ് അവിടെ വന്നു തുടങ്ങും. അത് പിന്നെ ഫർദർ ഓൺ അത് ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം. ഇനി നാലാമതായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് അതുപോലെ ഡിസപ്പോയിൻമെൻറ്റ്സുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെറ്റ് ബാക്ക്സ് ഒരാളുടെ ലൈഫിൽ കിട്ടുമ്പോൾ, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോൽവികൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഹെൽപ്ലെസ് ആണെന്നുള്ള തോന്നൽ ആൾക്ക് വന്നേക്കാം. അതോടൊപ്പം തന്നെ അത് ഡിപ്രഷനിലേക്ക് വഴിവെച്ചേക്കാം. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുവർ സ്ലീപ്പാണ്. നമുക്കറിയാം, നമുക്ക് പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മൂഡ് എത്രമാത്രം ഡിസ്റെഗുലേറ്റഡ് ആവും അല്ലേ. തീർച്ചയായിട്ടും ഒരു ദീർഘകാല സമയം ഉറക്കം ശരിയാവാതെ വരുമ്പം നമ്മുടെ മൂഡ് ഡിസ്റെഗുലേറ്റഡ് ആവുകയും അതുപോലും നമ്മളെ ഫർദർ ഓൺ ലോ മൂഡിലേക്ക് കൊണ്ടുപോകാനും അത് കാരണമാകും. ഇനി അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ലാംഗ്വേജിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ കോപ്പിംഗ് മെക്കാനിസം, അതായത് ഈ ലാംഗ്വേജ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആൾ എന്തെങ്കിലും ലഹരി തപ്പിപ്പോവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലും പിന്നീട് ഡിപ്രഷനിലേക്ക് വഴിവെച്ചേക്കാം എന്നാണ് സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത്. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ടോ ആർക്കെങ്കിലും ഒരു ഡിപ്രഷൻ്റേതായിട്ടുള്ളൊരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സോ ഉണ്ടെങ്കിൽ അതുപോലും നമ്മൾ ലാംഗ്വേജ് ചെയ്യുന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാൻ അത് കാരണമാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ട്രോമ അല്ലെങ്കിൽ ഗ്രീഫാണ്. ശരിക്കും റിസോൾവ് ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രോമ നിങ്ങൾക്ക് സംഭവിച്ചത് റിസോൾവ് ചെയ്യപ്പെടാതെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇമോഷണൽ നംനെസ്സിലേക്കും അത് പിന്നീട് ഡിപ്രഷനിലേക്ക് പോലും വഴിവെച്ചേക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ലാംഗ്വേജ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഇമോഷണലോ അല്ലെങ്കിൽ സോഷ്യലോ ആയിട്ടുള്ളൊരു സപ്പോർട്ട് പുറമേ നിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും ഡിപ്രഷനിലേക്ക് വഴിവെച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ ലാംഗ്വേജിങ്ങിൽ നിന്ന് ഡിപ്രഷനിലേക്ക് വഴിവെച്ചേക്കാവുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ ലാംഗ്വേജിങ്ങിനെ മറികടക്കാമെന്നുള്ളത് നമ്മൾ നോക്കും.